മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ വാങ്ങി അന്നേ ദിവസം തന്നെ വിൽക്കുന്നത് അതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അത് അത്ര എളുപ്പമാണോ? പലരും ഇതിലൂടെ പണം ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ചിലർക്കെല്ലാം നഷ്ടമാകുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബിഗിനേഴ്സിന് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതെല്ലാം മനസ്സിലാക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇൻട്രാഡേ എന്നത് ഇൻ എ ഡേ എന്നാണ് അർത്ഥം. അതായത് ഒരു ദിവസം മാർക്കറ്റ് തുറന്ന സമയത്തിനുള്ളിൽ ഷെയർ വാങ്ങി വിൽക്കൽ. ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ 100 രൂപയ്ക്ക് ഷെയർ വാങ്ങി, അത് ഉച്ചയ്ക്ക് 104 രൂപയ്ക്ക് വിറ്റാൽ 4 രൂപ പ്രോഫിറ്റ്. പക്ഷെ അതേ ദിവസം ഷെയർ താഴേക്ക് പോയാൽ നഷ്ടം നേരിടേണ്ടി വരും. ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇത് ഡേ ട്രേഡിംഗ് ആണ്. സ്പീഡ്, അനാലിസിസ്, റിസ്ക് മാനേജ്മെന്റ് ഇവയാണ് പ്രധാനമാകുന്നത്. ബിഗിനേഴ്സിന് തുടങ്ങാൻ ചില അടിസ്ഥാനങ്ങൾ വേണം. നമ്പർ 1, ഡിമാറ്റ് പ്ലസ് ട്രേഡിംഗ് അക്കൗണ്ട്. ജെറോദ, ഏഞ്ചൽ വൺ, ഗ്രോ, അപ്സ്റ്റോക്സ് പോലുള്ള ആപ്പുകൾ വഴി ഒരു ഡിമാറ്റ് അക്കൗണ്ട് സിമ്പിളായി തുറക്കാം. നമ്പർ 2, ലാപ്ടോപ്പ് അഥവാ മൊബൈൽ പ്ലസ് സ്റ്റേബിൾ ഇന്റർനെറ്റ്. നമ്പർ 3, മാർക്കറ്റ് നോളജ്. ചാർട്ടുകൾ വായിക്കാൻ പഠിക്കുക. നമ്പർ 4, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻട്രാഡേ ട്രേഡിംഗിൽ എല്ലാ ഷെയറും വാങ്ങുന്നത് ശരിയല്ല. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹൈ വോളിയം സ്റ്റോക്സ്, അതായത് കൂടുതൽ ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഷെയറുകൾ. അടുത്തത് വോളറ്റാലിറ്റി ഉള്ള സ്റ്റോക്ക്, വിലയിടിവ് ഉയർച്ച കൂടുതലുള്ളവ. പിന്നെ ന്യൂസ് അഥവാ ഇവന്റ്സ് ഉള്ള ഷെയറുകൾ. അന്ന് മാർക്കറ്റിൽ ചലനം ഉണ്ടാകും. ഉദാഹരണത്തിന് HDFC ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ്, റിലയൻസ് എന്നിവ എപ്പോഴും ഇൻട്രാഡേ ട്രേഡിംഗിന് നല്ലതാണ്. ഇൻട്രാഡേയിൽ വിജയം നേടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഇത് ചാർട്ട്സ്, പാറ്റേൺസ്, ഇൻഡിക്കേറ്റേഴ്സ് എന്നിവയുടെ പാഠമാണ്. പഠിക്കേണ്ട പ്രധാന ഇൻഡിക്കേറ്റേഴ്സ് മൂവിംഗ് ആവറേജ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, വോളിയം ഇൻഡിക്കേറ്റേഴ്സ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റന്റ് ലെവൽസ്. നിങ്ങൾക്ക് യൂട്യൂബ്, സെറോദ, വേഴ്സിറ്റി, ട്രേഡിംഗ് വ്യൂ വഴി ഇവ ഫ്രീ ആയി പഠിക്കാം. ബിഗിനേഴ്സ് സാധാരണ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് നോക്കാം. നമ്പർ 1, ഇമോഷൻ കൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആണ്. നമ്പർ 2, ലോസ് വന്നാൽ കൂടി ആവറേജിംഗ് ചെയ്യുന്നത്. നമ്പർ 3, പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഇടാതിരിക്കുന്നത്. നമ്പർ 4, ഓവർ ട്രേഡിംഗ്. ദിവസം 10 തൊട്ട് 15 ട്രേഡ് ചെയ്യുന്നവർ. എപ്പോഴും ഓർക്കുക, മാർക്കറ്റ് ഈസ് നോട്ട് യുവർ ഫ്രണ്ട് ബട്ട് യുവർ ടീച്ചർ. ഓരോ ദിവസവും ഒരു പാഠം പഠിക്കുക. മാർക്കറ്റിൽ നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് റിസ്ക് മാനേജ്മെന്റ് ആണ്. ഓരോ ട്രേഡിലും നിങ്ങൾ ക്യാപിറ്റലിന്റെ 1 തൊട്ട് 2% മാത്രമേ റിസ്ക് ചെയ്യേണ്ടതുള്ളൂ. ഫേക്ക് മണിയല്ല, റിയൽ ഹാർഡ് ഏൺ മണിയാണ് എന്നും കൂടി ഓർക്കണം. പുതിയവർക്ക് പേപ്പർ ട്രേഡിംഗ് തുടങ്ങി പ്രാക്ടീസ് ചെയ്യാം. ഡെമോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ട്രേഡിംഗ് വ്യൂ, മണി ബായ് ഉപയോഗിച്ച് പരിശീലനം നേടൂ. സോ ഗൈസ്, ഇൻട്രാഡേ ട്രേഡിംഗ് ഒരു ക്വിക്ക് മണി ഗെയിം അല്ല, ഇത് ഒരു സ്കിൽ ഗെയിമാണ്. ശ്രദ്ധയോടെ പഠിച്ചാൽ മാത്രമേ സ്ഥിരമായ ലാഭം നേടാനാകൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു ഫൈനാൻസ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.